പത്തനംതിട്ടയിലെ കോന്നിയും എറണാകുളത്തിന്റെ കോടനാടും ഉള്ള എലിഫന്റ് ട്രെയിനിങ് സെന്ററിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യയിലെ ഒരേ ഒരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മുടെ ട്രിവാൻഡ്രത്തെ കോട്ടൂരാണുള്ളത്. പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററായും ഇത് മാറും. കോട്ടൂർ എന്നാണ് പേരെങ്കിലും ട്രിവാൻഡ്രത്തെ കാപ്പുകാടാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ. കാപ്പുകാട് എന്ന് ബോർഡ് വെച്ച് ഈ ഒരു KSRTC ബസ്സിൽ വേണം നിങ്ങൾ കയറാൻ. അല്ല കോട്ടൂർ ആണ് നിങ്ങൾ കയറുന്നതെങ്കിൽ വീണ്ടും കാപ്പുകാടിലേക്ക് നിങ്ങൾ വണ്ടി റേഞ്ചിലുള്ള ആദ്യത്തെ ഈ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഈ സെന്ററിൽ വരുന്നത് കൊണ്ടുള്ള ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. കാരണം ഒരു 9 മണി റേഞ്ചിലാണ് ആനയെ കുളിപ്പിക്കുന്നതും അവയ്ക്കുള്ള ആനയൂട്ടുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അഡൽറ്റിന് 60 രൂപയാണ് എൻട്രി ടിക്കറ്റ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബ്രാൻഡാണ് വനശ്രീ. ആദിവാസികളിൽ നിന്ന് ഡയറക്റ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഒറിജിനൽ തേന്, കാട്ടുവിഭവങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. കൂടാതെ ഓൺലൈൻ ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു ബുക്കിലൂടെ അറിയുന്നത്. ഇത് ഒറിജിനൽ രക്തചന്ദനമാണ്. 50 റുപ്പീസ് ആണ് ഈ ഒരു പീസിന് വരുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങളാണ്. കൂടാതെ ഇവിടെ ചെറിയ ക്യാൻറ്റീനും സൗകര്യങ്ങളും ഉണ്ട്. ട്രിവാൻഡ്രത്തുനിന്ന് കാട്ടാക്കട വന്നിട്ട് കാട്ടാക്കടയിൽ നിന്ന് ഇങ്ങോട്ടേക്കും ബസ്സുകളുണ്ട്. പക്ഷേ ഡയറക്റ്റ് കാപ്പുകാട് ബസ്സിൽ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രാചീന ആനകളിൽ ഒന്നായ കോട്ടൂർ സോമനെയാണ് ഇനി കാണാൻ പോകുന്നത്. ആ കെട്ടിടം കണ്ടോ? ഈ ബിൽഡിങ്ങുകളിലാണ് നിലവിലുള്ള പാപ്പാന്മാരുടെ ഫാമിലി താമസിക്കുന്നത്. ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വയസ്സുണ്ടായിരുന്ന ആന എന്നുള്ള റെക്കോർഡ് നേടിയത് പന്ന ടൈഗർ റിസർവിൽ ഉണ്ടായിരുന്ന വത്സല എന്ന് പറഞ്ഞ ഒരു ആനയായിരുന്നു. അതിപ്പോൾ മരണപ്പെട്ടു. കോട്ടൂർ സോമൻ 100 വയസ്സ് വരെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് താമസിക്കും. നിലവിൽ ഇതിന് 80 വയസ്സാണുള്ളത്. 30 പാപ്പാന്മാരുണ്ട് നിലവിലില്ലേ? ഒരു ആനയ്ക്ക് 2 പേര് വെച്ച് 13 ആനയുണ്ട്, 26 പാപ്പന്മാരുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാഫുകൾ, പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾ അവർ 8 പേരുണ്ട്. ആളുണ്ട് 22 ഗൈഡുമാരല്ലേ? ഗൈഡുമാരും ക്ലീനിങ്ങിനും ടിക്കറ്റ് കൗണ്ടറിൽ പോട്ടിങ്ങിന് അങ്ങനെ എല്ലാം കൂടി. ഇവരപ്പം താമസിക്കാൻ എങ്ങനെയാ സാർ? ആക്ച്വലി നേച്ചർ ലവേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ പഠിക്കാൻ വേണ്ടി വരുന്ന റിസർച്ച് സെന്ററിന്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. അതുപോലെ എലിഫന്റിന്റെ ഒരു മ്യൂസിയം ആണ്. ഇതും ഇപ്പം ഓപ്പൺ അല്ല, ഇനി ഓപ്പൺ ആയി വരുത്തതേ ഉള്ളൂ. ഈ കാണുന്നതാണ് നെയ്യാർ ഡാമിന്റെ റിസർവോയർ. 9 മണി റേഞ്ചിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ആനകളെ എല്ലാം ഇതിനകത്ത് ഇറക്കി കുളിപ്പിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. മഴ സീസൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇറക്കി കുളിപ്പിക്കാറുമില്ല. ആ ടൈം അവോയ്ഡ് ചെയ്ത് വരിക. ചെറുതോ? അമ്മു. അപ്പോൾ ഈ കാണുന്നതാണ് പൊടിച്ചിയും അമ്മുവും. ഓരോ ആനകൾക്കും ഓരോ പേരുകളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പെഡൽ ബോട്ട്, കുട്ടവഞ്ചി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അരമണിക്കൂറിന് 2 പേരോ 4 പേരോ ഒക്കെ ആയിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കയറാം. ഒരാൾ വേണമെങ്കിൽ നമുക്ക് കയറാം. ഞാൻ പക്ഷേ കയറിയിരുന്നില്ല, ഞാൻ സോളോ ആയിട്ടായിരുന്നു പോയിരുന്നത്. ഞാൻ പോയ ടൈമിൽ ടോട്ടൽ 13 ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് 2 ആനകളോളം നമ്മൾ കാണാൻ സാധിക്കില്ല. ഈ കാണുന്ന റോഡിന്റെ എൻഡ് ഭാഗത്താണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് കുറച്ച് അറ്റാക്കിംഗ് മൈൻഡ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ അങ്ങോട്ട് കടത്തിവിടാത്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. മറ്റൊരു ആനയാണ്. എന്തെങ്കിലും സിവിയർ ഇഞ്ചുറീസോ ബ്ലൈൻഡ്നസോ ഡിസേബിലിറ്റിയോ അല്ലെങ്കിൽ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലോ ഉള്ള കാട്ടാനകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്നതാണ് ഈ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പർപ്പസ്. റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾ ഒട്ടും ഇറങ്ങാനേ നിൽക്കരുത്. വാർണിംഗ് ബോർഡ്സ് ഉണ്ട്. ഫുള്ള് ക്രൊക്കഡൈൽസ് ആണ്. ഒക്കെ ആനകളെ കാണാനായിട്ട് പോയി. എനിക്ക് ആനയുടെ അടുത്തോട്ട് ചെല്ലണ്ടെന്ന് പാപ്പാൻ പറഞ്ഞു. അതെന്തോ അറ്റാക്കിംഗ് മൈൻഡിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഈ ആനയാണ്. ഇതിന് 8 വയസ്സാണുള്ളത്. 8 വയസ്സ്. ഇത് അവൻ മായ. അതിനെങ്ങനെ കിട്ടും? ഇത് 2 വെള്ളത്തിൽ കിട്ടുകയാണ്. നിലമ്പൂർ കാട്ടിൽ നിന്ന് തന്നെ കോഴിക്കോട് നാട്ടും പുറത്തിറങ്ങിയിട്ട് തിരിച്ച് വേരിയിൽ രാവിലെ വൈകുന്നേരം ആഹാരമാണ് ഇതിന് കൊടുക്കുന്നത്. പിന്നെ ഇതേപോലത്തെ പുല്ലും പ്ലാവിൻ്റെ കുഴ, അതുകൊണ്ട് പ്ലാവിൻ്റെ കുഴ. ഇത് എവിടുന്ന്? ഇത് നിലമ്പൂർ. 2 കിലോമീറ്റർ ഉള്ളിലാണ്. ഇപ്പോൾ 10-11 വയസ്സ് ഇവിടെ കോട്ടൂര് വനത്തിൽ നിന്ന് 2 ഇവിടുന്ന് അടുത്ത് 2 ഇവർ 5 വയസ്സ്, താഴേക്കുള്ള 6 വയസ്സ്. ഇവര് നമ്മുടെ വിതിര ഭാഗത്ത് നിന്ന് കിട്ടുകയാണ്. അമ്മ ചരിഞ്ഞിട്ട് കിട്ടിയാണ്. നമ്മൾ റീൽസിലൊക്കെ ആനകൾ നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അത് നൃത്തം ചെയ്യുന്നതല്ല. അത് ഈ കാണിക്കുന്നത് അതിനെന്തെങ്കിലും ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് അത് കാണിക്കുന്ന ഒരു ഗസ്റ്റർ മാത്രമാണ്. ഇനി കാണുന്നത് ആമിന എന്ന് പറയുന്ന ഈ ഒരു ആനയാണ്. കുഞ്ഞായിരുന്നപ്പോഴാണ് ഇതിനെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകളിൽ ഇതിന്റെ കുഞ്ഞു പ്രായത്തിലുള്ള ഇവിടെ വന്നപ്പോഴുള്ള വാർത്തകൾ കാണാം. 6 മാസം പ്രായമുള്ള അന്ന് കിട്ടിയപ്പോൾ. ഇപ്പോൾ 5 വയസ്സ് പ്രായമായിട്ടുണ്ട്. കിഡ്സും ആനപ്രേമികളൊക്കെ മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ. കോന്നി കോടനാട് ട്രെയിനിങ് സെന്റർ ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാമെങ്കിലും ഈ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ കൂടുതൽ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രൊജക്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല സന്ദർശക തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഇവിടുത്തെ ഒരു ചെറിയ ക്യാൻറ്റീൻ ആണ്. കഴിക്കാതെയാണ് വരുന്നതെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് ഫുഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഞാൻ ഓൾറെഡി ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു. അകത്തുനിന്ന് ചെറിയൊരു കോഫി കുടിച്ചിരിക്കാമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഇവരുടെ എല്ലാവരുടെയും കൂടി ഇങ്ങനെ വരവ്. ഇതാണ് ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ, ഈ ഒരു ആനയൂട്ട്. ഇത് ക്യാൻറ്റീനകത്തായതുകൊണ്ട്
കോഫിയും കുടിച്ചുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ആദ്യത്തെ കുറച്ച് മൊമെന്റ്സ് ഞാൻ മറന്നുപോയി. ലാസ്റ്റാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അതായത് പാപ്പാമാർ വന്ന് ഈ ഓരോ ആനകൾക്കും റാഗി, ശർക്കര തുടങ്ങി കുറേയധികം സാധനങ്ങൾ കൊണ്ടുണ്ട ഒരു വലിയൊരു ഉണ്ടയാക്കിയിട്ടാണ് ഇതിനിങ്ങനെ കൊടുക്കുന്നത്. ഇത് ആ ഒരു ഉരുള കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഏരിയയിൽ നിന്നാണ് കേട്ടോ ഈ കിടക്കുന്ന പുല്ല് കാര്യങ്ങൾ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിരനിരയായിട്ട് വന്നിട്ട് ഇത് കഴിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫീഡിംഗ് ഏരിയയിൽ വന്നിട്ട് കഴിച്ചതിന് ശേഷം ഇവരെ അതാത് സ്ഥലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഫസ്റ്റ് നമ്മൾ കാണിച്ച ആ ഒരു കോട്ടൂർ സോമനാണ് കേട്ടോ ഈ പോകുന്നത്. നിലവിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രാചീന ആനകളിൽ ഒന്നാണിത്. കോന്നി വനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുങ്കി ആന കൂടിയാണിത്. 1977 വരെ ഒരുപാട് ആനകളെ ഇത് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുകയാണ്. വിശദകൾ ഒരുപാട് ഉണ്ടായിട്ട് മറ്റു ആനകളെ പോലെ ഫാസ്റ്റിൽ ഇതിന് പോകാനായിട്ട് കഴിയില്ല. പതിയാണ് ഏറ്റവും ലാസ്റ്റാണ് ആള് പോകുന്നത്. വീഡിയോയിൽ കണ്ട പോലെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന സതീഷ് സാറാണ്. വളരെ വ്യക്തമായിട്ടും ഫ്രണ്ട്ലി ആയിട്ടും എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് 2 ട്രക്കിങ്ങും ഉണ്ട്. കിഴക്കുമല പാറയിലേക്കും കതിർമുടിയിലേക്കുമാണ് പോകുന്നത്. 2600 രൂപയ്ക്ക് 10 പേർക്കും, 5 പേരാണെന്നുണ്ടെങ്കിൽ 1300 രൂപയുമാണ് വരുന്നത്. ട്രാവൽ ടൈം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ മാക്സിമം മതി നമുക്ക് ഇതിനകത്ത് മുഴുവൻ ചുറ്റി നടന്ന് കാണാൻ. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് 11:30 കാട്ടാക്കട ബസ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ട്രിവാൻഡ്രം ബസ് എപ്പോഴും അവൈലബിൾ അല്ല. കാട്ടാക്കട ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എപ്പോഴും ട്രിവാൻഡ്രത്തേക്ക് ബസ്സും അവൈലബിൾ ആണ്. നമുക്കൊരു ഗൈഡിനെ അവിടെ അറിയാവുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവരുമായിട്ട് നമുക്ക് ട്രക്കിങ്ങിന് പോകാവുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് എന്തായാലും എനിക്ക് പോലെ സാധ്യമല്ല. സോ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഒരു ട്രക്കിങ്ങിന് പോകണം എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. കാട്ടാക്കടയിൽ നിന്ന് നെയ്യാർ ഡാമിലേക്ക് ഡയറക്റ്റ് ബസ് സർവീസ് അവൈലബിൾ ആണ്. ഞാൻ അവിടെ ചെന്നിട്ട് ശേഷമാണ് ട്രിവാൻഡ്രത്തേക്ക് പോയത്. സോ താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.